വർദ്ധിച്ചു വരുന്ന റോഡപകടങ്ങൾ എങ്ങനെ കുറയ്ക്കാം എന്നതിനെക്കുറിച്ച് മോഡലുകളുടെയും പ്ലക്കാർഡുകളുടെയും ഫോട്ടോകളുടെയും പ്രദർശനം നടത്തി. റിട്ടയർഡ് ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെയും കലാകൈരളികളുടെയും സംയുക്താഭിമുഖ്യത്തിൽ നടന്ന പ്രദർശനം ഡോക്ടർ NK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. അത് എങ്ങനെ പരിഹരിക്കാം, ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതോടൊപ്പം നിയമപരമായും ശാസ്ത്രീയമായും അതിനെ കൈകാര്യം ചെയ്താൽ മാത്രമേ അതിനൊരു പരിഹാരമാർഗം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ എല്ലാവരും ഉത്തരവാദപ്പെട്ട ആളുകൾ സംസാരിക്കും എന്നുള്ള കാര്യത്തിൽ ദീർഘമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ള ഈ പ്രദർശനം തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഉത്തരമായി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ആ രീതിയിൽ നമ്മുടെ ബോധവൽക്കരണം, നമ്മുടെ വാഹനം ഓടിക്കുന്നവർക്കുള്ള ശ്രദ്ധ, അതുപോലെ അതിന് കൈകാര്യം ചെയ്യുന്ന ഉത്തരവാദപ്പെട്ട മോട്ടോർ ബൈക്കിൻ്റെയും പോലീസിൻ്റെയും ഇടപെടലുകൾ വളരെ കർശനമായി പാലിക്കേണ്ടത് ഇനിയുമുണ്ട് എന്ന വിശ്വാസക്കാരനാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ വാഹനം ഓടിക്കുന്നതിലോ മോട്ടോർ വെഹിക്കിളിൽ ശബ്ദമുണ്ടാക്കി ഓടിക്കുന്നതിലോ യാതൊരു നിയന്ത്രണവുമില്ല. സർക്കാർ ഇതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ക്യാമറയുടെ ഫലമായി കുറേ അപകടം. കെ ഗംഗാധരൻ ചടങ്ങിൽ അധ്യക്ഷനായി. മുൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ പ്രവീൺ എടച്ചൊവ്വയാണ് ട്രാഫിക് ബോധവൽക്കരണം രൂപകൽപ്പന ചെയ്ത് അവതരിപ്പിച്ചത്. ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഗ്യാലൻട്രി അവാർഡ് ജേതാവും മുൻ അഗ്നിശമന സേനാംഗവുമായ ടി മുസ്തഫയെ വേദിയിൽ ആദരിച്ചു. സി ഗിരീഷ്, കൗൺസിലർമാരായ N ഉഷ, K ഷൈജു, ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ജില്ലാ ചെയർമാൻ KG ബാബു, ജൂനിയർ റെഡ് ക്രോസ്